87 വയസ്സുള്ള ഒരു അമ്മ. ഇത് കഥയൊന്നുമില്ല കേട്ടാ. അമ്മയുടെ പ്രത്യാശ പറഞ്ഞിട്ട് ഒരു വേദഭാഗം കൂടി പ്രാർത്ഥിക്കാം. 87 വയസ്സുള്ള ഒരു അമ്മ. ഞാൻ ഇതുപോലെ ഒരു വൈകിട്ട് കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകാൻ ഒരുങ്ങുക. എന്നെ വിളിക്കുന്ന മോനെ എന്ന് വിളിക്കുന്നത്. ആ അമ്മ എന്നെ കയറി വിളിക്കുന്ന ആർസബിലെ പാസ്റ്റർ എന്നെ കയറി വിളിക്കുന്നത് എന്തോടെ മോനെ എന്ന് വിളിക്കും. എനിക്കതൊരു സന്തോഷമേ ഉള്ളൂ. കാരണം 87 വയസ്സുള്ള അമ്മയുടെ കൊച്ചുമോനെ പ്രായം എനിക്കുള്ളൂ. അത് സ്നേഹം കൊണ്ട് വിളിക്കുന്നതാ. മോനെ മോനെ എന്ന് വിളിക്കും. പല സ്നേഹം. എന്നോട് പറഞ്ഞൊരു പദമുണ്ട്, നാളെ വൈകിട്ട് 7 മണിയാകുമ്പോൾ മോൻ ഇവിടെ വരണം, എൻ്റെ വീട്ടിൽ വരണം. ഞാൻ ചോദിച്ചു, എന്തിനമ്മേ? 7 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോവും, എന്നെ പ്രാർത്ഥിച്ചു വിടണം. എൻ്റെ ശുശ്രൂഷയിൽ ആദ്യത്തെ അനുഭവമാണ്. എന്നെ പ്രാർത്ഥിച്ച് എൻ്റെ വീട്ടിലേക്ക് വിടണം. ഞാൻ അവരുടെ മകനോട് ചോദിച്ചു, അച്ഛാ എനിക്കൊരു കൺവെൻഷൻ പ്രഭാഷണമുണ്ട്. എന്നോട് പറഞ്ഞു പൊയ്ക്കൊള്ളാൻ പറഞ്ഞു, പാസ്റ്റർ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. എങ്കിലും ഈ വാചകം എന്നെ വളരെയധികം വേദനിപ്പിച്ചു. എൻ്റെ സ്നേഹിതനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇന്ന പോലൊരു സംഭവം എൻ്റെ മുൻപിലുണ്ട്, അതുകൊണ്ട് നീ ഒരുങ്ങിയിരുന്നോണം. പ്രോഗ്രാം ഒന്നുമില്ലല്ലോ. എനിക്ക് തിരികെ പോകേണ്ടി വന്നാൽ എനിക്ക് പകരം നീ അവിടെ പോയി പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏറ്റോളാം, ചെയ്തോളാം പറഞ്ഞു. 6:30 ആയപ്പോൾ ആ അമ്മ അവരുടെ മകനോട് ചോദിച്ചു, മോനെ വിളിക്കാൻ പറയും. ഒരു 6:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു 10-20 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞു വണ്ടിയിൽ, ബൈക്കിൽ. ഉടനെ മോൻ പറഞ്ഞു, പാസ്റ്റർ പോയി കൺവെൻഷൻ പ്രസംഗിക്ക്. മോനെ വിളി, നീ കാണുന്നില്ലേ എന്റെ കിടക്കയ്ക്ക് ചുറ്റും ദൂതന്മാർ വെള്ളവസ്ത്രം അണിഞ്ഞു നിൽക്കുന്നവേ? അപ്പോഴീ മോൻ അങ്ങ് ഒരു വല്ലാത്തൊരു അനുഭവം. മോൻ കാണുന്നില്ല. 7 മണിയാകുമ്പോൾ എന്റെ വീട്ടിൽ എനിക്ക് പോകേണ്ടതാ, മോനെ തിരികെ വിളിക്കാൻ പറഞ്ഞു. ഉടനെ ഈ മകൻ എന്നെ ഫോൺ വിളിച്ചു, പാസ്റ്റർ അമ്മ കിടന്ന് വീട്ടിൽ ബഹളമാ, പാസ്റ്റർ ഒന്ന് പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 6:55 കഴിഞ്ഞു. ഞാൻ വിളിക്കുന്നു, അമ്മയെന്ന് വിളിച്ചു. അമ്മേ എന്ന് വിളിച്ചു. മോനെ പ്രാർത്ഥിച്ചു വിടേ, ഞാൻ പോട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഒരു പ്രത്യാശയുടെ ഗാനം പാടി ആ മാതാവിനെ ദൈവകൈകളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ അമ്മ ഇമ്പങ്ങളുടെ പറുദീസായി. ഹോ, എന്ത് മരണമാ! അതാ മരണമെന്ന് പറയുന്നത്. 7 മണിക്ക് ഇവിടെ നിന്ന് പോകുമെന്ന് അമ്മയോട് ദൈവാത്മാവ് പറഞ്ഞപ്പോഴും ഭയപ്പെടുന്നില്ല. എന്താ കാരണം? ഞാൻ പോകുന്നത് യാതനാ സ്ഥലത്തല്ല, ഞാൻ പോകുന്നത് വേദനയുള്ള ഇടത്തല്ല. എന്റെ കർത്താവ് വസിക്കുന്ന, ദൂതന്മാരുള്ള, ആരോപണമടക്കുന്ന വിശുദ്ധ സ്ഥലത്ത് ഞാൻ പോകുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ആ ഒരു ഉറപ്പ്